യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ ഇന്ന് രാത്രിയിൽ നമുക്ക് വായിക്കാം. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പി എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. വീഞ്ഞായി തീർന്ന, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയപ്പോൾ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ച് വച്ചുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിലെ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ച് തൻ്റെ ആദ്യ അത്ഭുതമാണ് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം. ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്ന, ഒത്തിരി വിഷയങ്ങൾ പ്രസംഗിക്കുന്ന, ഒത്തിരി ആലോചനകൾ കേൾക്കാറുള്ള അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു ഭാഗമാണ് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, യേശു കർത്താവിൻ്റെ ആരംഭ അത്ഭുതമായിരുന്നു ഈ കാനാവിലെ കല്യാണ വീട്ടിൽ നടന്ന അത്ഭുതം. സ്തോത്രം. ഒന്ന് പെട്ടെന്നൊന്ന് ഞാനതിൻ്റെ ആ ഒരു പശ്ചാത്തലം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ദൂതിലോട്ട് വരാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ആ പരിശുദ്ധാത്മാവ് ഈ ദൂത് എനിക്ക് നൽകിയത്. സ്തോത്രം. എന്നാൽ ഇവിടെ ഈ വായിക്കുന്ന സമയത്ത് കാനാവിലെ ഈ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ വീഞ്ഞ് പോരാതെ വരികയാൽ, എന്താണ്? വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, ആരോടാ? യേശുവിനോട് അവർക്ക് വീഞ്ഞില്ല എന്ന്. സഹോദരൻ പറഞ്ഞേ, ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വീഞ്ഞ് തീരുമ്പോഴേ നമ്മളൊക്കെ യേശുവിൻ്റെ അടുത്ത് വരത്തുള്ളൂ, അല്ലേ? ചില സമയത്തൊക്കെ വീഞ്ഞു തീരുന്നത് അനുഗ്രഹത്തിനാ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങൾ വരുന്നത്, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില ശൂന്യതകൾ വരുന്നത്, ആമേൻ, എന്തിനാ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ആരാധിച്ചിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇത്രയും ദൈവനാമത്തിന് ഓടിയിട്ടും എന്തേ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി കർത്താവ് നിന്നോട് പറയുന്നു, ഈ ശൂന്യത നിന്നെ തകർക്കാനല്ല, ഈ ശൂന്യത നിന്നെ തളർത്താനല്ല, ഈ ശൂന്യത നിന്നെ നിന്നാ മാത്രമാക്കാനല്ല, ഈ ശൂന്യത നിന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് അനുവദിച്ചത് നിന്റെ പ്രാർത്ഥന കൂട്ടാൻ സമയമായി. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി, ഇന്നലെ വരെ അല്ലെങ്കിൽ വീട്ടിൽ ഞാൻ എൻ്റെ ഒരു ചിന്ത പറയാം. ആമേൻ, യേശുവിൻ്റെ പരശുശ്രൂഷ ആരംഭിച്ചിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ നിമിഷം വരെ ഈ അമ്മ, ഈ മറിയ, ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നത് വീട്ടിലെ ഏതേലും ആവശ്യം പറയാനാ, അല്ലേ? എടാ മോനെ, 30 വയസ്സായ മോനല്ലേ, എടാ വീട്ടില് സ്തോത്രം എന്തില്ല,
എന്തില്ല? അരി തീർന്നു പോയി. ആമേൻ സ്തോത്രം. എന്തുവാ? ആമേൻ സ്തോത്രം. മഞ്ഞൾ തീർന്നു പോയി അല്ലേ? സ്തോത്രം. ആമേൻ ആമേൻ. മുളക് തീർന്നു പോയി. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം, വീട്ടിനകത്ത് വെള്ളമില്ല, നീ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് വാ. ഇങ്ങനെ വീട്ടിലുള്ള ആമേൻ ഓരോ ദിവസങ്ങളും ഒരു വീട്ടിനകത്ത് ആവശ്യമായ ഒരു സാധാരണ ഒരമ്മ തൻ്റെ മകനോട് പറയുന്നത് പോലെ ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകൾ മുമ്പ് വരെ യേശുവിനോട് ഈ മറിയ സംസാരിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ ആമേൻ ഇന്നലകളിൽ സമീപിക്കാത്ത രീതിയിൽ ഈ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം എത്ര വട്ടം പ്രസംഗിച്ചത് എനിക്ക് പോലും അറിയത്തില്ല ഞാൻ. സ്തോത്രം. എന്നാൽ ഇന്നു രാത്രി ഞാൻ ഇതുവരെ പറയാത്ത ഒരു ദൂതന്റെ അതരത്തിൽ പരിശുദ്ധാത്മാവ് തരുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ശൂന്യത നിന്റെ ജീവിതത്തിൽ വന്നത് ഇന്നലെ വരെ ഇല്ലാത്ത ഒരാത്മബന്ധം യേശുവുമായിട്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കർത്താവ് ഇന്നു രാത്രി ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോ. യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലായി സംഭവം നടക്കുന്നേ. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ കല്യാണ വീടുകളിൽ, അവരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വീഞ്ഞ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? വീഞ്ഞ് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. എങ്കിൽ ഇന്നു രാത്രി ഞാനൊരു ദൂത് പറയാം. ഇന്നലെ വരെ ആമൻ മല്ല് തീർന്നു, മുളക് തീർന്നു, മീന് മേടിച്ചിട്ട് വാ, അരി തീർന്നു മേടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഇന്ന് പറയുക, എനിക്കൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ നിന്നോട് പറയുന്നു, വീഞ്ഞു തീർന്നവൻ. അർത്ഥം ഇതാണ്, ഇന്നലെ വരെയുള്ള ചെറിയ കാര്യങ്ങളിലല്ലേ നീ ദൈവവാർത്ത കണ്ടത്, എന്നാൽ വലിയ വിഷയങ്ങളിൽ, നിന്റെ ലൈഫിലെ, നിന്റെ ഭവനത്തിലെ വലിയ വിഷയങ്ങളിൽ, വലിയ കാര്യങ്ങളിൽ, അത്ഭുതങ്ങൾ ഇന്നു രാത്രി ആരംഭിക്കാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിൽ സ്തോത്രം ഹരിപ്പാടിന്റെ പ്രദേശത്ത് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ സ്തോത്രം ഞാൻ അവിടെ പറഞ്ഞൊരു ദൂത് ഇവിടെ ആവർത്തിക്കാം. എന്താണെന്നറിയോത്? സ്തോത്രം. ഹല്ലേലൂയ. ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ 5-10 മിനിറ്റ് മതി അല്ലേ? ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ 5-10 മിനിറ്റ് മതി. അതുപോലെ 10-20 മിനിറ്റ് മതി ഒരു പൈനാപ്പിൾ ജ്യൂസോ ഓറഞ്ചോ ഉണ്ടാക്കാൻ. പക്ഷെ വീഞ്ഞുണ്ടാകണമെങ്കിൽ മാസങ്ങളുടെയും വർഷങ്ങളുടെയും ആവശ്യകതയുണ്ട്. അങ്ങനെയുള്ള വിഷയം ഒറ്റ നിമിഷത്തെ കൊണ്ട് നിരത്തി പിടിച്ച്, അങ്ങനെയുള്ള ചില വിഷയങ്ങൾ മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട്
യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, നിന്റെ ലൈഫിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ ഇന്ന് രാത്രി സ്വർഗം അതല്ല എന്റെ കർത്താവ് ഇടപെടാൻ പോവുകയാണ്. നിന്റെ വീട്ടിനകത്തുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി ശക്തമായി കർത്താവ് പറയുന്നു, ഇന്നലെ വരെ നീ വന്നത് മല്ലി മുളക് അരി അല്ലേ, ഇതൊക്കെ പറഞ്ഞോണ്ടല്ലേ. പക്ഷെ ഇന്നു രാത്രി നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ, നിന്റെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ യേശുവിൻ നാമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളിൽ ഈ 7-ാം മാസത്തിന്റെ ആരംഭത്തിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, എന്റെ കർത്താവ് ഇടപെടാൻ പോകുകയാണ്. എവിടെയും കണ്ടിട്ടുണ്ടോ ആന്റി പച്ചവെള്ളം വീഞ്ഞാകുന്നത്? പക്ഷെ ഇന്നു രാത്രി കർത്താവ് പറയുന്നു, അത് നിന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. ഈ 7-ാം മാസത്തിൽ നിന്നുകൊണ്ട് ആത്മാവ് പറയുന്നു, നിന്റെ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ ലൈഫിൽ tonight in the name of Jesus അതാരംഭിക്കുന്നു. ഈ രാത്രി കർത്താവ് ആരോട് പറയുന്നു, ഈ ശൂന്യത നിന്നെ നിന്ന പാത്രമാക്കാനല്ല, ഈ ശൂന്യത നിന്നെ തകർക്കാനല്ല. ഈ ശൂന്യത നിന്റെ ജീവിതത്തിൽ വന്നത് നിന്റെ വീട്ടിൽ യേശു ഉണ്ടായിരുന്നിട്ടും എന്തേ നിന്റെ വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചോദിപ്പിക്കാനല്ല. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഒന്നാമത്തെ ദൂത് ഇതുവരെ സമീപിച്ചിട്ടില്ലാത്ത രീതിയിൽ നിന്നെ കർത്താവിനോട് അടുപ്പിക്കാൻ ഈ വിഷയത്തെ, ഈ നിരാശയെ, ഈ ശൂന്യതയെ എന്റെ കർത്താവ് കാരണമാക്കാൻ പോകുന്നു. 2, ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചില അത്ഭുതങ്ങൾ നിന്റെ ലൈഫിൽ കർത്താവ് ഇന്ന് രാത്രി ശക്തമായി പറയുന്നു, ഇതിന് ഞാൻ എന്തുള്ളൂ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ ചിലത് ദൈവം നിന്റെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പിടിച്ചോ. നിന്റെ വീട്ടിനകത്തല്ലേ ഈ വെള്ളം ഇരുന്നേ? നിന്റെ കിണറ്റിലല്ലേ ഈ വെള്ളം കിടന്നേ? രുചിയില്ലാത്ത വെള്ളത്തെ ഇന്നു രാത്രി രുചികരമായ വീഞ്ഞാക്കി. ഇന്നലെ വരെ നീ കണ്ടത് നിന്റെ കൺമുമ്പിൽ രൂപാന്തരം നടക്കുന്നത്, ഇന്നലെ വരെ കണ്ട വിഷയം, ഇന്നലെ വരെ നിന്റെ കൺമുൻപിൽ ഉണ്ടായിരുന്ന ചിലത്, നീ ചിന്തിക്കാത്ത മാറ്റം, നീ വിചാരിക്കാത്ത മാറ്റം, സ്വപ്നം പോലും നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചില മാറ്റങ്ങൾ കർത്താവ് കൊണ്ടുവരുന്നു. ഞാനിന്ന് രാത്രി ചിന്തിക്കുകയാണ്, വരാത്തവർക്ക് ഇന്ന് രാത്രി ഭയങ്കര നഷ്ടമാണ്. വരാത്തവർക്ക് ഇന്ന് രാത്രി ഭയങ്കര നഷ്ടമാണ്. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, കർത്താവ് ശക്തമായി പറയുന്നു, ഞാൻ തുറക്കാൻ പോവാ. എനിക്കറിയില്ല, കർത്താവ് പറയുന്നു, ഒരു സുവിശേഷത്തിൽ ഒതുക്കാൻ പറ്റിയില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടും തീർക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ പരമ്പര നിന്റെ വീട്ടിനകത്ത് തുടങ്ങാൻ പോകുന്നു.
യേശുവിൻ നാമത്തിൽ ഞാൻ ഇങ്ങനെ കൂടെ ആത്മാവിൽ കൂട്ടിച്ചേർക്കാം. ഇന്നലെ വരെ നീ കണ്ടതുപോലല്ല, കഴിഞ്ഞ നാളുകൾ നീ കണ്ടതുപോലല്ല. നിന്റെ വീട്ടിനകത്ത് നീ ഒത്തിരി അത്ഭുതങ്ങൾ നീ കണ്ടിട്ടുണ്ട്. അതുപോലല്ല, ഒരു പുതിയ ഒരു പരമ്പര പോലെ, ഒരു പുതിയൊരു ആരംഭം പോലെ കർത്താവ് ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിൽ ചിലത് തുടങ്ങുമെന്ന് ഈ രാത്രി കർത്താവ് ഇടപെടുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്ത ദൂതിലോട്ട് ഞാൻ വരട്ടെ. മറിയ വന്നു പറയുക, വീഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, നാഴിക എത്തിയിട്ടില്ല. നാഴിക, സമയം ആയിട്ടില്ല. ഇത് കേട്ടിട്ട് മറിയ ചെന്ന് ശുശ്രൂഷക്കാരോട് പറയുക, അവൻ എന്തേലും കൽപ്പിച്ചാൽ അവണ്ണം ചെയ്യുവീൻ. അവൻ എന്തേലും കൽപ്പിച്ചാൽ അവണ്ണം ചെയ്യുവീൻ. ഇന്നു രാത്രി നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ രാത്രി ഒരു ഉറപ്പുണ്ടാകട്ടെ, അവൻ എന്തേലും കൽപ്പിക്കും. ഇന്ന് രാത്രി കർത്താവ് ആരോട് പറയുന്നു? നീ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും ഇന്ന് സമയമായിട്ടില്ല, അല്ലേ? പ്രാർത്ഥിക്കുന്ന നിനക്കും അറിയാം അതിൻ്റെ സാധ്യതകൾ 1% പോലും ജീവിതത്തിൻ്റെ മുമ്പിലില്ല, ഇന്ന് കാണുന്നില്ല. പക്ഷെ ഇന്നു രാത്രി വായി തുറന്ന് പറയാൻ പറ്റുമോ? ഇന്നു രാത്രി ഇന്നലകളിൽ നെഗറ്റീവ് പറഞ്ഞ നിന്റെ വായ അടച്ചു വെച്ചിട്ട് ഇന്നു രാത്രി വായി തുറന്ന് വിശ്വാസം പറയാൻ തുടങ്ങ്. ആരോടോ കർത്താവ് പറയുന്നു, അവൻ വായി തുറക്കാൻ പോവുക. വിശ്വാസം പറയാൻ നിന്റെ വായി തുറക്കാൻ നീ തയ്യാറായാൽ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ കർത്താവ് ഈ നാളുകളിൽ അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു. നല്ലൊരു സ്തോത്രം പറഞ്ഞു. രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ യേശു എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിതാവ് പറഞ്ഞിട്ടേ ചെയ്തിട്ടുള്ളൂ. പിതാവായ ദൈവം പറഞ്ഞിട്ടേ പുത്രൻ എന്തേലും ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ പറയാം, കർത്താവ് പറഞ്ഞ കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പരാജയപ്പെടത്തില്ല. മറിയ എന്ന ഈ സ്ത്രീ അഥവാ യേശുവിൻ്റെ അമ്മ വന്ന് യേശുവിനോട് വീഞ്ഞില്ലെന്ന് പറയുമ്പം പിതാവ് പറഞ്ഞു കാണും, സമയമായില്ല മോനെ. ഇത് അതേപടി എന്ത് ചെയ്തു? തൻ്റെ അമ്മയോട് പറഞ്ഞു, സമയമായിട്ടില്ല, നാഴിക എത്തിയിട്ടില്ല, അല്ലേ? നാഴിക എന്റെ ദൈവം ആരെന്നറിയോ? മരിച്ചു പോകും നിശ്ചയം നിന്റെ ഗ്രഹകാര്യം നേരെയാക്കണമെന്ന് യെശയ്യാവ് വന്ന് ഹിസ്കിയാവിനോട് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോ, വീട്ടിന്റെ മുറ്റത്തെത്തിയപ്പം ഈ സമയത്തിനകത്തുള്ള ചുമരിന്റെ നേർക്ക് തിരിഞ്ഞോണ്ട് ഈ മനുഷ്യൻ കരഞ്ഞ കണ്ണുനീര് കണ്ട ദൈവം തൂത് കേട്ടോ. ചില സെക്കൻഡുകൾ ദൈവസന്നിധിയിൽ കരഞ്ഞ ഹിസ്കിയാവിന്റെ കണ്ണുനീരിനെ കണ്ട ദൈവം, അല്ലേ? 9-10 മാസം കാമേൻ അഖിലാണ്ടത്തിലേക്ക്
വീട്ടിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ അവസരം സ്വന്തം ഗർഭപാത്രം ആമേൻ ഒരുക്കി കൊടുക്കാൻ അവൻ സമർപ്പിച്ച ഈ സ്ത്രീയുടെ വിശ്വാസത്തെ എന്റെ ദൈവം അംഗീകരിക്കാതിരിക്കുമോ? അങ്ങനാണെങ്കിൽ ഇന്നു രാത്രി കർത്താവ് ആരോടോ പറയുന്നു, ചില നിമിഷം നേരത്തെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞിട്ട് യെശയ്യാവിനോട് തിരികെ പോയി 15 കൊല്ലം നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് പറയിച്ച ദൈവം ഇന്നു രാത്രി നിന്നെ നോക്കി പറയുന്നു, നാളുകളായി കരയുന്ന പല വിഷയത്തിലും ഈ രാത്രി മറുപടിയായി സ്വതന്ത്രം പറ. ഇവള് വന്ന് ശുശ്രൂഷക്കാരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അവണ്ണം ചെയ്വിനെന്ന് പറഞ്ഞപ്പോ ഉടനെ സ്വർഗീയ പിതാവ് പിതാവ് പുത്രനോട് പറഞ്ഞു, മോനെ ടൈം ഞാൻ നേരത്തെ ആക്കുക. നീ ഇരിക്കുന്ന പന്തി വിട്ട് എഴുന്നേൽക്കാൻ ടൈമായി. ഇന്ന് രാത്രി നാവിൽ നിന്ന് ഉയരുന്ന, വീട്ടിനകത്തുയരുന്ന എല്ലാ അവിശ്വാസങ്ങളും ഇന്ന് രാത്രി പുറത്തുപോയി വായി തുറന്ന് വിശ്വാസം പറയുമെങ്കിൽ ഇന്നലെ വരെ നിന്റെ മുമ്പിൽ കിടന്ന പച്ചവെള്ളം ഇന്ന് വീഞ്ഞാകുന്നത് നിനക്ക് നിന്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിപ്പാൻ കഴിയാത്ത അളവിൽ ഇന്ന് രാത്രി അത്ഭുതം. വായി തുറന്ന് ഉറക്കെ പറഞ്ഞേ അത്ഭുതം. ഉറക്കെ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. അടുത്തിരിക്കുന്ന വ്യക്തിക്കൊന്ന് കൈ കൊടുത്ത് പറഞ്ഞ അത്ഭുതം. ദൂതായിരിക്കണം. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ദൂത് പറയുക. പ്രതീക്ഷിക്കാത്ത നേരത്ത് വീഞ്ഞു തീർന്നപ്പോ പതറിപ്പോണ്ട. ഇന്ന് രാത്രി വിശ്വാസം പറഞ്ഞാൽ അത്ഭുതം വരും. ടൈമായില്ല, പക്ഷെ വരും. നീ വായി തുറന്ന് വിശ്വാസം പറഞ്ഞാൽ ടൈമായില്ല, പക്ഷെ വരും. ഇന്ന് രാത്രി എനിക്ക് പറയേണ്ട ദൂതിലേക്കൊന്നും ഞാൻ കയറിയില്ല, പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ വിശ്വാസം പറഞ്ഞാൽ അത്ഭുതം നിന്നെ തേടി വരും. എനിക്കറിയില്ല, കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ ദൂതാന്ന് തോന്നുന്നു. ആ ദൂത് എനിക്ക് വീണ്ടും എൻ്റെ നാവിൽ വരുന്നു. നിന്റെ അഡ്രസ് തെറ്റാതെ, നിന്റെ അഡ്രസ് അന്വേഷിച്ചു അത്ഭുതം വരും. രാത്രി ആരോടൊക്കെ കർത്താവ് പറയുന്നു, നിന്റെ വീട് തേടി അത്ഭുതം വരാൻ പോവാ, നിന്റെ അഡ്രസ്സ് തേടി അത്ഭുതം വരാൻ പോവാ, നിന്റെ കുടുംബത്തെ തേടി അത്ഭുതം വരാൻ പോവാ, നിന്റെ പേര് ചോദിച്ച അത്ഭുതം വരാൻ പോവാ. പിടിച്ചോ, അതുപോലെ പിടിച്ചോ. അത്ഭുതം വരാൻ പോവാ, അത്ഭുതം വരാൻ പോവാ, അത്ഭുതം വരാൻ പോവാ, അത്ഭുതം വരാൻ പോവാ. എന്തോ കാരണം ആൻറ്റി, എന്തോ കാരണം? എന്താ അത്ഭുതം വരുന്നേ? നമ്മൾ വലിയ പുള്ളിയായതുകൊണ്ടാണോ? ആണോ ബ്രദറെ? ആണോ? അല്ല. എന്താണെന്നറിയോ? അത് പറയാൻ വരുമ്പോഴെന്നെ കണ്ണ് നിറയുക. എന്താണെന്നറിയോ അത്ഭുതം വരുന്നേ? നിന്റെ വീട്ടിനകത്ത് യേശു ഉള്ളത് കൊണ്ട്.
മനസ്സിലായോ? എന്താ അത്ഭുതം നിന്റെ വീട്ടിൽ തേടി വന്നേ? എന്നാ നിന്റെ ഇത്രയും വീടുണ്ടായിട്ടും നിന്റെ വീട്ടിൽ മാത്രം അത്ഭുതം വന്നേ? നിന്റെ വീട്ടിനകത്ത് യേശു അത്ഭുതം വരുന്നത് വീട്ടിൽ ഞാനുള്ളതുകൊണ്ടല്ല, വീട്ടിൽ നിങ്ങളുള്ളത് കൊണ്ടല്ല. അത്ഭുതം വരുന്നത് നിങ്ങളുടെ വീട്ടിൽ യേശു ഉള്ളതുകൊണ്ട്. എന്റെ ചോദ്യം, അപ്പൊ അത്ഭുതമാണോ വലുത്, യേശുവാണോ വലുത്? പറഞ്ഞേ, എനിക്ക് വരുന്നത് യേശുവാ. യേശു ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ ദിവസവും ദൈവകൃപയാൽ മിക്കവാറും ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. എല്ലാ വീഡിയോസിനും എന്നോ എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ഒരു 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 വാക്കാണ്. എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല, ദൈവം എങ്ങനെ തന്നെന്ന് എനിക്കറിയില്ല. ഇന്നും കൂടെ ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. എല്ലാ ദിവസവും ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന പേരിതാ, മിറാക്കിൾ ഡേ. എങ്ങനെയാണ് എൻ്റെ വായിലത് വന്നതെന്ന് എനിക്കറിയത്തില്ല. എല്ലാ ദിവസവും ചിലരൊക്കെ എന്നോട് വിളിക്കുമ്പോൾ ചോദിക്കുന്നത് വിധം മിറക്കിൾ ഡേ ആദ്യം ചോദിക്കുന്നതാ. അത് കഴിഞ്ഞിട്ടാണ് പാസ്റ്റർ മനോജ് തോമസ് ആണെന്ന് ചോദിക്കുന്നേ. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, മിറക്കിൾ ഡേ. യേശു ഉണ്ടെങ്കിൽ എന്നും അത്ഭുതം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തുടങ്ങി ശബത്ത് വരെ അത്ഭുതം എന്ന് വെച്ചാൽ ഞായറാഴ്ച തുടങ്ങി ശനി വരെ അത്ഭുതം. കാരണം വീട്ടിലേശു ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് സാത്താൻ വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ ഈ കുടുംബം ദേശത്തിൽ നിന്ദിക്കപ്പെടും. പക്ഷെ കർത്താവ് പറഞ്ഞിട്ട്, ഇല്ലടാ, ഇവിടെ ഞാനുണ്ട്. പിശാച് പറഞ്ഞു, ഇന്ന് ഈ കുടുംബത്തെ ഞാൻ ആത്മഹത്യയുടെ വാക്കിൽ കൊണ്ട് നിർത്തും. പിശാചിനോട് എന്റെ കർത്താവ് പറഞ്ഞു, ഇല്ലടാ പിശാചേ, അതിന് ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ ഇവിടെ ഉണ്ട്. ഇന്ന് രാത്രി എനിക്കറിയില്ല, കർത്താവ് ഇന്ന് രാത്രി ഒന്നുകിൽ ഓൺലൈനിൽ കാണുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇങ്ങനെ പറയുന്നു, നിന്റെ വീട്ടിനകത്തുനിന്ന് മരണം മാറിപ്പോകാൻ പോകുന്നു. നിന്റെ കുടുംബത്തിനകത്തുള്ള ആത്മഹത്യ ചിന്തകൾ ഇന്ന് രാത്രി മാറിപ്പോകാൻ പോകുന്നു. നിന്റെ കുടുംബത്തിനകത്തുള്ള നിന്ന ഈ രാത്രി മാറിപ്പോകാൻ പോകുന്നു. നിന്റെ കുടുംബത്തിനകത്തുള്ള എല്ലാ അനർത്ഥങ്ങളും, എല്ലാ ചിന്ത ഭാരങ്ങളും ഇന്ന് രാത്രി മാറിപ്പോകാൻ പോകുന്നു. കാരണം യേശുവുണ്ട് നിന്റെ വീട്ടിനകത്ത്. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയുന്നു, 2024 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ ഭാരത്തെ അവൻ ചുമന്നു. ആമേൻ. നീ വേദനിക്കുന്നതിന് പകരം ആ കാൽവറിയിൽ സകല വേദനകളും അവൻ അനുഭവിച്ചു. നീ മരിക്കുന്നതിന് പകരം, ആമേൻ, നിനക്ക് പകരം അവൻ മരിപ്പാൻ, അവൻ മരണം ആസ്വദിപ്പാനിടയായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിന്നെ നോക്കി പറയുന്നു, നീ ഭാരപ്പെടണ്ട, നീ നിരാശപ്പെടണ്ട, നീ മരിക്കണ്ട. സകലവും നിനക്ക് പകരം യേശുവായി കഴിഞ്ഞു. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ അത്ഭുതം വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞു. ആമേൻ. പ്രാർത്ഥിക്കാൻ പോവാ. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അത്ഭുതം നടക്കാൻ പോവാ.
അത്ഭുതം നടക്കാൻ പോവാ. നിന്റെ വീട് ഒരു കല്യാണ വീട് മാത്രമല്ല, ഒരു അത്ഭുതത്തിൻ്റെ ഭവനമാക്കി. നിന്റെ വീട് ഒരു ചടങ്ങ് നടക്കുന്ന വീടെന്നല്ല, നിന്റെ വീട് യേശുവുള്ള വീടെന്ന്, നിന്റെ വീട് അത്ഭുതത്തിൻ്റെ ഭവനമെന്ന് പറയത്തക്കവണ്ണം കർത്താവ് ഇന്നു രാത്രി നിന്റെ വീട്ടിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുന്നു. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അടച്ചേ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ഇന്നു രാത്രി ചെയ്യുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കട്ടെ, വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രി നടക്കട്ടെ. ഈ രാത്രി ഞാൻ പ്രാർത്ഥിച്ചു, തൻ്റെ ജനത്തെ ഞാൻ ഈ രാത്രി ബ്ലസ് ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങളാൽ നിറയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.